മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ മഹാലക്ഷ്മി ഒരുക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് രാമൻ ചിപ്പിമോളെയും കൊണ്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നു. ആ സമയത്ത് ചിപ്പിമോള് ഫുഡ് കഴിക്കത്തില്ല. അങ്ങനെ ഇഷിത വന്ന് വാരി കൊടുക്കുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി പറയും, നീയാണ് കുഞ്ഞുങ്ങളെ മോശമാക്കുന്നത്, ഇത്രയും വലിയ കുട്ടിയല്ലേ, ഇനി എന്തിനാ വാരി കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇനിയെങ്കിലും തന്നെ ചെയ്യാനുള്ള ഇതൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ രാമനാണെങ്കിൽ സ്വപ്നവല്ലിയോട് പറയുന്നത്, നീ വേഗം മോളെ സ്കൂൾ ബസ്സിൽ കൊണ്ടുവിടാൻ പറയും. ആ സമയത്ത് ഇഷിതയോടും മഹേഷിനോടും രാമൻ പറയുന്നു, രാവിലെ സ്വപ്നവല്ലിയും പ്രിയാമണിയും കൊമ്പ് കോർത്തിട്ടുണ്ട്, പ്രിയാമണി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കും. നീ ഇഷിതയുടെ ജീവിതം കളഞ്ഞു എന്നാണെന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞിൻ്റെ പേരിൽ വേണ്ടി എന്നുള്ള കാര്യമൊക്കെ അറിയുന്നു. ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്ന് കണ്ടറിയാമെന്ന് പറയുന്നു. അങ്ങനെ ഇഷിതയും മഹേഷും കാറിൽ പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. എന്തായാലും അമ്മയെ കാണണം, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള രീതി ഇഷിത പറയുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഇതാ രചനയുടെ കയ്യിലെങ്ങാനും എത്തിയാൽ അവൾക്ക് എന്നെ തകർക്കാനുള്ള ഒരായുധം കൂടി ആകുമെന്ന് പറയുകയാണ്. അപ്പം ഇഷിത പറയില്ല, അത് രചനയുടെ ചെവികളിലെത്തില്ല, അതിനു മുമ്പ് തന്നെ ഒരു തടയിടണം എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ അവർ പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മഞ്ജിമ രചനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. രചനയുടെ അടുത്ത് ചെന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെ കുറച്ച് പണം ആവശ്യമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ രചന പറയും, ആകാശ് ഇവിടെ ഇല്ല, ആകാശ് വരുമ്പോൾ ഞാൻ പറയാമെന്ന് പറയുന്നു. അപ്പം നമ്മളെ മഞ്ജിമ ചോദിക്കുന്നു, നീ എന്താ മോളുടെ കാര്യമൊന്നും ചോദിക്കാത്തതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, അവൾക്കൊരു അമ്മയുണ്ടല്ലോ, പിന്നെ ഞാനെന്തിന് ചോദിക്കണം എന്നുള്ള രീതിയിൽ പറയും. അപ്പം മഞ്ജിമ പറയും, അവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്കറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ അപ്പോൾ രചനയ്ക്ക് കേൾക്കാൻ ഒരു ത്വരയാവും. അപ്പോൾ അങ്ങനെ മഞ്ജിമ പറയും, എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ പറയും, ഞാൻ എന്ത് വേണമെങ്കിലും തരാം, ഇത് പറയാൻ പറയും. അങ്ങനെ പറയും, ഇഷിതയും മഹേഷും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല ജീവിക്കുന്ന, ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മഹേഷിന് ഇപ്പോഴും രചനയാണ് ഭാര്യയായിട്ട് കാണുന്നത്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ രചനയ്ക്കതൊരു എന്താ പറയുക, ഒരു ഇത് കിട്ടുകയാണ്. അപ്പോൾ രചന പൈസ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ മഞ്ജിമ അപ്പോൾ ചിന്തിക്കുകയാണ്, എന്തായാലും 10,000 രൂപ കുറഞ്ഞു പോയോ, കുറച്ചും കൂടെ ചോദിക്കേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. എന്തായാലും അടുത്ത പ്രാവശ്യം 50,000 ചോദിക്കാം എന്നങ്ങ് ചിന്തിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മനസ്സിനയുടെ വീട്ടിലാണെങ്കിൽ ഈ ഇഷിതയുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് മനസ്സിനിക്ക് ഒരു സമാധാനമില്ല. അപ്പോൾ ഈശ്വരനോട് പറയും, നീ ഒന്ന് സ്വഭാവം മാറ്റി, അവളോട് കുറച്ച് സ്നേഹം, ഞാനൊരു ട്രിക്ക് ഉപയോഗിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ മനസ്സിനെയും ഈശ്വരും കൂടെ നമ്മുടെ ആശുവിൻ്റെ മുമ്പിലൊരു കളി കളിക്കുകയാണ്. അപ്പം നമ്മുടെ മനസ്സിന് പറയും, നിൻ്റെ ഭാര്യ നീ പറഞ്ഞാൽ എന്തും അനുസരിക്കുന്നുണ്ടെങ്കിൽ ഇവളോട് ജോലി നിർത്താൻ പറയുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആശുവിന് എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട്. കാരണം ആശു ഇങ്ങനെ അത്ഭുതത്തോടെയാണ് ഇവരുടെ വർത്തമാനങ്ങളും എല്ലാം നോക്കുന്നത്. ഇവരെന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ആശുവിന് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് മനസ്സിന് ഈ കാര്യം ആവശ്യപ്പെടുന്നത്, നീ പറയേ നിൻ്റെ ഭാര്യയോട് ഈ ജോലി നിർത്താൻ എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ രചന മഹേഷിനെ വിളിച്ച് ഓരോന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ആദ്യ ഭാര്യയാണ് ഇപ്പോഴും ഇഷ്ടം എന്നുള്ള കാര്യം എനിക്കറിയാം എന്നുള്ള കാര്യം. അപ്പോൾ മഹേഷ് പറയും, നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. മഹേഷും തിരിച്ച് നന്നായി പറയുന്നു. അങ്ങനെ നമ്മുടെ രചന ഇഷിതയെ കാണാൻ പോകുന്നു. നിനക്ക് എൻ്റെ കുഞ്ഞൊരു ബാധ്യതയാണെങ്കിൽ എനിക്ക് തിരിച്ച് തന്നേക്കാൻ പറയും. അപ്പം ഇഷിത പറയും, ഞാനും മഹേഷും വേർപിരിയേണ്ടി വന്നാൽ പോലും ചിപ്പി മോളെ നിനക്ക് കിട്ടില്ല, അവൾ എൻ്റെ ഒരു വിരത്തുമ്പിൽ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.